2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF തൂത്തുവാരിയ ജില്ലയാണ് വയനാട്. ജില്ലാ പഞ്ചായത്തും 4 ബ്ലോക്ക് പഞ്ചായത്തുകളും ഏക നഗരസഭയും 26-23 പഞ്ചായത്തുകളും UDFനൊപ്പം നിന്നു. ഇത്തവണ ചരിത്രം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലമാറ്റത്തിൽ ഉണ്ടായ സൂചനയിൽ LDF ക്യാമ്പ് വിശ്വസിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലും കൽപ്പറ്റ നഗരസഭയിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും കനത്ത തോൽവി. 26 പഞ്ചായത്തിൽ 3 മാത്രം ഭരണം. 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFനോർക്കാൻ വയനാട്ടിൽ കാര്യമായി ഒന്നുമില്ല. എന്നാൽ ജില്ലയുടെ ഈ രാഷ്ട്രീയ ചിത്രം പഴങ്കഥയായെന്ന് LDF നേതാക്കൾ പറയുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് മുഖ്യ ചർച്ചയായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 പഞ്ചായത്തിലും LDFനായിരുന്നു ലീഡ്. ഈ നേട്ടത്തിന്റെ തുടർച്ചയാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്ന CPIM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വയനാട് ജില്ലക്കകത്ത് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നടപ്പാക്കിയ പദ്ധതികൾ വോട്ടായി മാറുമെന്നാണ് UDFന്റെ അവകാശവാദം. UDF ഭരിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്നും നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ തവണത്തേതിലും മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് KL പൗലോസ് പറഞ്ഞു. ഇതിനു മുൻപൊക്കെ ഒരു ഗ്രാമപഞ്ചായത്ത് നടന്നതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ വികസന പ്രവർത്തനം ഓരോ പഞ്ചായത്തിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ തോതിലുള്ള സഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ മുൻപുള്ള പാർട്ടിയുടെ മുന്നൊരുക്കവും എല്ലാം വെച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ പല പഞ്ചായത്തുകളിലും പ്രാതിനിധ്യം നേടിയ BJPയും ഇത്തവണ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. SNDPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. സീറ്റ് വിഭജന കാര്യത്തിൽ കാര്യമായ തർക്കങ്ങളില്ല എന്നതാണ് വയനാട്ടിൽ ഇരു മുന്നണികൾക്കും ആശ്വാസകരമാകുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ക്യാമറാമാൻ മനു റോയ്ക്കൊപ്പം കമൽ, റിപ്പോർട്ടർ, വയനാട്.